ആ ഒരു മതം നമ്മുടെ മതമാണ്. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. ശിവഗിരിയിൽ ഒരു മസ്ജിദ് പണിയാൻ ശ്രീനാരായണ ഗുരുദേവന് പ്ലാൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും മസ്ജിദിന്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാക്കാം അവിടെ സമ്മതിക്കും. ആ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയ സുഹൃത്തായിരുന്നു നെടുങ്കണ്ടയിലെ അബ്ദുൽ അസീസ് മുസ്ലിയാർ. ശാരദാ മണ്ഡപത്തിനൊപ്പം ഒരു മുസ്ലിം പള്ളി കൂടി തലയുയർത്തി നിൽക്കുകയായിരുന്നു. വക്കം സുകുമാരന്റെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. ശുദ്ധ കള്ളം. അതിനകത്ത് ഗുരുദേവന്റെ ആദ്യരാത്രിയെ പറ്റിയിട്ടും ഗുരുദേവന്റെ അവധൂതാവസ്ഥയിൽ നോൺ വെജ് കഴിച്ചതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ. അത് തന്നെ. ഇപ്പൊ ഗുരുദേവൻ ഇങ്ങനെ അവധൂതാവസ്ഥ ഉണ്ടായിരുന്നു, ഒന്ന് വിക്കിയിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവധൂതാവസ്ഥയിൽ ശവക്കറി കഴിച്ചു എന്ന് പറയുന്നത് സത്യമാണെന്ന്. ഗുരുദേവൻ അവധൂതാവസ്ഥ ഉണ്ടായിട്ടില്ല. ധ്യാനത്തിൽ പറഞ്ഞ വാക്ക് ഇതാണ്. ഗുരുദേവൻ അവധൂതനായിരുന്നില്ല, ഒരിക്കലുമില്ല. അവധൂതൻ എന്ന് പറഞ്ഞ ടോട്ടലി ഡിഫറെന്റ് ആണ്. അരുവിപ്പുറത്ത് പോയ പ്രതിഷ്ഠ മാത്രം ഒന്ന് പോയി നോക്ക്. ഒരു കല്ലിനെ വേറൊരു കല്ലുകൊണ്ട് ഒട്ടിക്കാനുള്ള മാജിക് ഇന്ന് ലോകത്ത് ആർക്കും അറിയില്ല. ഒരു ബ്രഹ്മജ്ഞാനിക്ക് അവധൂതാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു അന്യ മതസ്ഥൻ്റെ വീട്ടിൽ പോയിരുന്നു ശവക്കറി തിന്നു എന്നും മറ്റും പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ചാത്തൻ നീതി നാരായണ ഗുരുദേവൻ പറയുന്നു, ഇതിനെയൊന്നും ആരാധിക്കാൻ പാടില്ല, എടുത്തു മാറ്റും. ഗുരുദേവൻ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഓരോന്നിനെയും തട്ടിത്താഴിട്ട്. ശിവഗിരിയിൽ ഒരു മസ്ജിദ് പണിയാൻ ശ്രീനാരായണ ഗുരുദേവന് പ്ലാൻ ഉണ്ടാവില്ല. ഉണ്ടായിരുന്നു. ചുമ്മാ പറഞ്ഞു, അതിന് കുഴപ്പമില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇതിപ്പോൾ ഒരു പുതിയ എന്താ പറയുക സിസ്റ്റം ഉണ്ടാക്കി കുട്ടരനെ ഉണ്ടായിക്കോട്ടെ. ഏതെങ്കിലും മസ്ജിദിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാക്കാം അവിടെ സമ്മതിക്കണ്ടോ? ദേ പിന്നെ എന്തിനാ പ്രശ്നം? ഒരു അമ്പലത്തിന്റെ പരിസരത്ത് എന്തിനാണെന്ന് ആവശ്യങ്ങൾ പറഞ്ഞുതരാം. ആ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയ സുഹൃത്തായിരുന്നു നെടുങ്കണ്ടയിലെ അബ്ദുൽ അസീസ് മുസ്ലിയാർ. അവധൂത കാലം മുതലേ ഗുരു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു. പിന്നീട് ശിവഗിരിയിലും അവർ സന്ധിക്കാറുണ്ട്. ഒരിക്കൽ മുസ്ലിയാരുടെ വീട്ടിൽ ഗുരു ചെന്നപ്പോൾ രോഗം കൊണ്ട് അദ്ദേഹം തീരെ അവശനാണെന്ന് കണ്ടു. അദ്ദേഹത്തോട് വിശ്രമിക്കുവാൻ ഗുരു ആവശ്യപ്പെട്ടു. മുസ്ലിയാർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അസൗകര്യം വായനയ്ക്കാണ്. ഇവിടെ പുസ്തകങ്ങൾ കാര്യമായിട്ടില്ല. ഗുരു പറഞ്ഞു, ശിവഗിരിയിലേക്ക് പോരൂ, അവിടെ താമസിക്കാം. അവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്, സമാധാനമായിരുന്നു വായിക്കാം. മുസ്ലിയാർ ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തു. ഗുരു തുടർന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശിവഗിരിയിൽ ഒരു പള്ളി പണിതു തരാം, പോന്നോളൂ. മുസ്ലിയാർ വീട് വിട്ടു നിൽക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അന്ന് ആ ക്ഷണം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ ശാരദാ മണ്ഡപത്തിനൊപ്പം ഒരു മുസ്ലിം പള്ളി കൂടി തലയുയർത്തി നിൽക്കുകയായിരുന്നു. വക്കം സുകുമാരന്റെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. ശുദ്ധ കള്ളം. ഞാൻ ഉറപ്പ് പറയാണ്, ശുദ്ധ കള്ളം. ഒരു സംശയമില്ല, 100% കള്ളമാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലെ അത്രയും ദീർഘദർശിയായ ഒരു മനുഷ്യൻ, രോഹിത്തെ ഒരു വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ബുക്കാണ്. അതിനകത്ത് ഗുരുദേവൻ്റെ ആദ്യരാത്രിയെ പറ്റിയിട്ടും ഗുരുദേവൻ്റെ അവധൂതാവസ്ഥയിൽ നോൺ വെജ് കഴിച്ചതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ. അത് തന്നെ. സാനു സാറിനെ വിളിച്ചു. സാനു സാറിൻ്റെ വോയിസ് റെക്കോർഡിങ് എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞിട്ടാ. സാറേ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഓ അതിനെന്താ റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ അവധൂതാവസ്ഥ ഉണ്ടായിരുന്നു, ഒന്ന് വിക്കിയിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവധൂതാവസ്ഥയിൽ ശവക്കറി കഴിച്ചു എന്ന് പറയുന്നത് സത്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതേപോലെ മുസ്ലിമിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞു. അവിടെ പോയിട്ടുണ്ട്, അവധൂതാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഒരു ബുക്കിനകത്ത് ഗുരുദേവൻ്റെ ആദ്യരാത്രിയെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഷളത്തരം എഴുതുമ്പോൾ ആളുകൾക്കൊരു കൗതുകമാണ്. ഗുരുദേവൻ അവധൂതാവസ്ഥ ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻ്റെ ധ്യാനത്തിൽ പറഞ്ഞ വാക്ക് ഇതായിരുന്നു, നമുക്ക് അവധൂതാവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. ഇതായിരുന്നു 2 കാര്യം എൻ്റെ ധ്യാനത്തിൽ ഞാൻ കേട്ടത്. ഗുരുദേവൻ അവധൂതനായിരുന്നില്ല, ഒരിക്കലുമില്ല. അവധൂതൻ എന്ന് പറഞ്ഞ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവധൂതൻ ആവണം ഇങ്ങനെ. ഗുരുദേവൻ ജന്മം കൊണ്ട് തന്നെ കരഞ്ഞിട്ടില്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞേക്കണത് ഇല്ലേ? അത്ഭുത സിദ്ധിയും അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഒരു വല്ലാത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. കേൾക്കാൻ ആഗ്രഹിക്കാത്തവ സാനുമാഷ്മനെ പോലുള്ള തെറ്റിദ്ധരിക്കില്ല, ഒരിക്കലും അല്ല. ഞാൻ ഒരു അടിവരയിട്ട് പറയണതാ. ഇത്രയും വലിയ ശ്രേഷ്ഠനായിരുന്നു എന്ന് ഗുരുദേവനെ പറ്റി ഞാൻ അറിയണു, ഈ ലോകം മുഴുവൻ പറയണു. അതിൻ്റെ ഇടയിൽ ഗുരുദേവൻ ജനിച്ച കാലം മുതൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നമുക്കറിയാം. അരുവിപ്പുറത്ത് പോയ പ്രതിഷ്ഠ മാത്രം ഒന്ന് പോയി നോക്ക്. ഒരു കല്ലിനെ വേറൊരു കല്ലുകൊണ്ട് ഒട്ടിക്കാനുള്ള മാജിക് ഇന്ന് ലോകത്ത് ആർക്കും അറിയില്ല. അത് എന്ത് ടെക്നിക്കാണ്. അപ്പോൾ ഇത്രമാത്രം കഴിവുള്ള ഒരു യോഗി അല്ലെങ്കിൽ ഇത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിക്ക് അവധൂതാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവന് വിശ്വസിക്കാൻ പറ്റുമോ? അവധൂതൻ എന്താണെന്ന് അറിയാതിരിക്കണം. എനിക്ക് അവധൂതൻ എന്താണെന്ന് അറിയാം.
ബ്രഹ്മജ്ഞാനം എന്താണെന്ന് ഈ 1000 സൂര്യൻ ഉദിക്കണമെന്ന് പറയുമ്പോൾ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അനുഭവിച്ചത് 1000 സൂര്യൻ ഉദിക്കണം എന്താണെന്ന് എനിക്ക് സംശയമില്ല. അത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതായതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ല, ഇതെൻ്റെ സർട്ടിഫിക്കറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ എന്നതായിരുന്നു ഞാൻ മനസ്സിൽ കണ്ട ചോദ്യം. ഇല്ല, ഇത് നോക്ക്, ഇത് പ്രപഞ്ചം എന്താണോ ആഗ്രഹിക്കുന്നത് ഞാനത് പറയണതാണ്, അങ്ങയുടെ ഉള്ളിലുള്ളത് അറിഞ്ഞ് പറയണതല്ല. അപ്പോൾ ഗുരുദേവൻ എന്തായിരുന്നു നമുക്ക് ഇത്രയും അധികം അനുഭവിച്ചറിയാൻ പറ്റിയിട്ട് ഗുരുദേവൻ അവധൂതാവസ്ഥ ഉണ്ടായിരുന്നെന്നും ഒരു അന്യ മതസ്ഥൻ്റെ വീട്ടിൽ പോയിരുന്നു ശവക്കറി തിന്നു എന്നും മറ്റും പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ചെയ്തൊരു സിനിമയിൽ പേര് ഞാൻ ഓർക്കുന്നില്ല, ഈ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ചണ്ഡാള ബാബാജിയുടെ വാക്കുകൾ കടമെടുത്താൽ താഴ്ജാതിക്കാരല്ല, താഴ്ത്തപ്പെട്ട ജാതിക്കാരായ, ഞാൻ കളിയാക്കി കൊണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അവരുടെയൊക്കെ കുലാചാരത്തിൻ്റെ ഭാഗമായുള്ള മുത്തൻ, മുത്തി പോലെയുള്ള ദൈവങ്ങൾ, ചാത്തൻ, നീലി. അപ്പോൾ ആ സിനിമയിൽ ഞാൻ കണ്ടൊരു സീൻ, നാരായണ ഗുരുദേവൻ ഇവരോട് ചോദിക്കുന്നു, ഇതൊക്കെ എന്താണ്? ഇത് ഞങ്ങളുടെ ആരാധന വിഗ്രഹങ്ങളാണ്. ഇതൊക്കെ ആരാണ്? അത് ചാത്തൻ, നീലി, മുത്തൻ, മുത്തി കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. അവിടെ കള്ള് നിവേദിച്ചിട്ടുണ്ട്, നോൺ വെജ് ആഹാരം എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അപ്പം നാരായണ ഗുരുദേവൻ പറയുന്നു, ഇതിനെയൊന്നും ആരാധിക്കാൻ പാടില്ല, ഇതെടുത്തു മാറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഇവർ മടിച്ചു നിൽക്കുമ്പോൾ ഗുരുദേവൻ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഓരോന്നിനെയും തട്ടി താഴെയിട്ടിട്ട് എടുത്തു മാറ്റുന്നു. ഒരു ജനവിഭാഗം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ആരാധനകളെ ആരാധനാ സമ്പ്രദായങ്ങളെ അങ്ങത് ചോദ്യം ചെയ്തത്, നാരായണ ഗുരുദേവൻ ചോദ്യം ചെയ്തത് ശരിയാണ്. അങ്ങേക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവനവൻ ആത്മസുഖത്തിനായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരന് ഒരു വേദന പോലും വരത്തരുതെന്ന് പറയുന്ന ഗുരു ഇങ്ങനെയാണോ വസ്തുവിനെ ഉപേക്ഷിക്കാൻ പറയണത്? അല്ല, ഒരിക്കലും അല്ല. ആ ഗുരു പറയുന്ന രീതിക്ക് വളരെയധികം വ്യത്യാസമുണ്ട്. ഗുരുവിൻ്റെ ശബ്ദം എനിക്കറിയാം, ഗുരു പറയുന്ന രീതി അറിയാം, ശാസന എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവൻ ആ വടി കൊണ്ട് ആ ബിംബങ്ങളെ ഒരിക്കലും ചെയ്യുന്നില്ല. അത് ആ ഡയറക്ടറുടെ വിഷനാണ്, അത് അങ്ങനെ വേണമെന്നുള്ളത്. അത് പിൽക്കാലത്ത് ആർക്കെങ്കിലുമൊക്കെ ഗുണപ്പെടും. ഞങ്ങളെ ഗുരുദേവൻ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ ദൈവത്തെ കുത്തിക്കളഞ്ഞു, ഒരിക്കലുമില്ല. ഗുരുദേവൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. ആ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് ഇതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ പ്രതീകാത്മകമായിട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തിരിയണം, ഇതാണ് വേണ്ടത്. അതിന് പകരം ഇന്ന് പോകുന്നത് മുഴുവൻ വേറെ ഏതോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മളുടെ ലക്ഷ്യം മറന്ന് സഞ്ചരിക്കുന്നത്. നമുക്കാണ് മോക്ഷം വേണ്ടത്, ദൈവത്തിനല്ല. നമ്മൾ സകല വഴിപാടും പൂജയും ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ചീട്ടെടുത്ത് കൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കുക. സ്വയം പരിവർത്തനം വന്നാലല്ലാണ്ട് നമുക്കാർക്കാ മോക്ഷം? നമുക്ക് മോക്ഷം തരാൻ വേണ്ടി ആരെങ്കിലും വരൂ? ആരും വരില്ല. ഇതൊരു സിമ്പിൾ ലോജിക്കാണ് പറയണത്. അപ്പം നമ്മൾ സ്വയം പ്രയത്നിച്ച് നേടേണ്ട കാര്യമാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മം എന്താണെന്നുള്ളത്. നമ്മൾ ഈ കണ്ണടച്ചു, നമുക്കിപ്പോൾ എന്താ ഇരുട്ടാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. സൂക്ഷ്മ ശരീരമുള്ളത്, അതിന് കണ്ണുണ്ട്. അതിനെക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ല. നമുക്കൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് സൈക്കിൾ തന്നു, ഇവിടെ എല്ലാവരും സൈക്കിൾ ചവിട്ടാണ്, നിങ്ങൾ സൈക്കിൾ ചവിട്ടിക്കോന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ദിവ്യ ചക്ഷുസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അറിയില്ല, സൂക്ഷ്മ ശരീരം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഇത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എൻജിനീയറിംഗ് ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്, സൂക്ഷ്മ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. തെങ്ങ് കയറുന്നവ മാത്രം തളപ്പെട്ടാൽ മതി, ശരിയാണ്. പക്ഷേ നമുക്ക് മോക്ഷം എല്ലാവർക്കും വേണം. മോക്ഷം ആഗ്രഹിക്കുന്ന എല്ലാവരും സൂക്ഷ്മ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യണം, ദിവ്യ ചക്ഷുസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രാവൽ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഈ അങ്ങ് പറഞ്ഞു വരുന്നത് സമൂഹത്തിന് മുന്നിൽ, ഒരു വലിയ ജനവിഭാഗത്തിന് മുന്നിൽ ചില കലാസൃഷ്ടികളിലൂടെ, ചില സാഹിത്യ സൃഷ്ടികളിലൂടെ ഗുരുദേവൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളെയും വികലമായി ചിത്രീകരിച്ചു എന്നാണ്. ആണ്. ആരോട് ഉന്നയിക്കുമ്പോൾ സാനുമാഷിനെ അടക്കമുള്ളവരെ കുറിച്ചാണ്. 100%. ഇത് ഞാൻ സാനുമാഷിനെ വിളിച്ചതാണ്. സാനുമാഷിൻ്റെ വോയിസ് എൻ്റെ അടുത്തിരിക്കുക, നുണ പറയണതല്ല. സാനുമാഷ് ആ കാര്യത്തിൽ തെറ്റുകാരനാണ്, ഞാൻ 100% ഉറപ്പായിട്ട് പറയാം. അങ്ങനെ ഒരു ഗുരുവിനെ പറ്റി എന്തെല്ലാം നല്ലത് എഴുതാനുണ്ട്. അപദൂതാവസ്ഥ ഉണ്ടായിരുന്നു എന്നും ശവക്കറി കഴിച്ചു എന്നും എഴുതി വയ്ക്കുന്നുണ്ട്. എന്ത് പുണ്യമാണ് കിട്ടിയത്. ശ്രീനാരായണ ഗുരുദേവനെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്താൽ സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട SNDP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം,
ആ പ്രസ്ഥാനത്തിലെ നല്ലവരായ ആളുകളോട് വിത്ത് റെസ്പെക്റ്റും മോശപ്പെട്ട ആളുകളോട് റെസ്പെക്റ്റ് ഇല്ലാതെയും തന്നെ ഞാൻ ചോദിക്കുന്നു. അതിന് പിന്നാലെ പോകുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ നാട്ടിൽ കള്ള് കച്ചവടം നടത്തുന്നു, ഷാപ്പുകൾ നടത്തുന്നു, ഹോട്ടലുകൾ നടത്തുന്നു. അവിടെ ഗുരുദേവൻ എന്തു പറഞ്ഞു? ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അതിനെ ഒരു വലിയ ജാതി സംഘടനയായി ചിത്രീകരിച്ചുകൊണ്ട്? അപ്പോൾ അത് ഗുരുദേവൻ പറഞ്ഞ പലരും തമാശയ്ക്ക് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, മിമിക്രിക്കാർ പറയും ആ ഒരു ജാതി നമ്മുടെ ജാതിയാണ്, ആ ഒരു മതം നമ്മുടെ മതമാണ്. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ കലാകാരന്മാരും സാഹിത്യകർത്താക്കളും മാത്രമല്ല, അദ്ദേഹം രൂപം കൊടുത്ത പ്രസ്ഥാനത്തിന്, അദ്ദേഹത്തിന് വേണ്ടി രൂപം കൊടുക്കപ്പെട്ട പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും തെറ്റിൻ്റെ വഴിയാണ്, ഗുരുദേവന്റെ തത്വങ്ങൾക്കെതിരായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രഹ്മജ്ഞാനി വേറെ ഉള്ളതെന്ന് പറയാവോ? രോഹിത് പറ. ശ്രീനാരായണ ഗുരുവിന് ശേഷം ഒരു ബ്രഹ്മജ്ഞാനി ഉള്ളത് ഒന്ന് പറ. അതെ, എനിക്കങ്ങനെ പറയാൻ, കേരളം മുഴുവൻ യാത്ര ചെയ്യണതല്ലേ. അല്ല, എന്നാലും എനിക്കങ്ങനെ പാണ്ഡിത്യമുള്ള അനേകം ആളുകളുണ്ട്, അനേകം ആളുകളുണ്ട്. എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു ആചാര്യനോ മറ്റൊരു ഗുരുവോ എൻ്റെ മുന്നിലെത്തുമ്പോൾ ചോദിക്കും, എന്തേ ചട്ടമ്പി സ്വാമി അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ആയിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാം, എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ വേറെ ആയിരുന്നു. ബ്രഹ്മജ്ഞാനി ഇങ്ങനെ ആവണം എന്നൊരു നിയമമില്ല. ചട്ടമ്പി സ്വാമി ബ്രഹ്മജ്ഞാനി ആയിരുന്നോ ഇല്ലയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ആണെന്ന് സമ്മതിക്കണ ഒരു വിഷമമില്ല. കാരണം ഇത് ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മജ്ഞാനി അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്, പക്ഷെ അദ്ദേഹം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ച ചോദ്യം വേറൊരു ആംഗിളിലാണ്. കാരണം ഗുരുദേവൻ പറയുന്ന പോലെ മറ്റുള്ളവർ പറയാത്തതിന് കാരണം അതാണ്. ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ബുദ്ധ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ശവക്കറിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ അഹിംസയെ പറ്റിയിട്ടും ധർമ്മത്തെ പറ്റിയിട്ടും അധർമ്മത്തെ പറ്റിയിട്ടും. അദ്ദേഹം രാജപദവി എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ആളുകളല്ല, അനേക രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് യുദ്ധം വേണ്ടാന്ന് വെച്ച് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞത്. അപ്പോൾ ചെറിയ ആളുകളല്ല, അത് ആ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ബുദ്ധ ഭഗവാനെ കൊണ്ട് റെവല്യൂഷൻ നടത്താൻ പറ്റിയതാണ്. കാരണം അതിൻ്റെ പിൻഗാമികൾ വരുന്നത് ശവക്കറിയിൽ പൂണ്ട് വിളയാടിപ്പോയി. കാരണം എന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റു സംസ്കാരങ്ങൾ കയറി വന്നു, അന്ന് മുതൽ നമ്മളുടെ ചിന്ത ശവക്കറിയിൽ മാത്രമല്ലല്ലോ, ഗുരുദേവൻ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു അതെല്ലാം ചെയ്യുന്നവർ. അതാണ് ബേസ്, ഇതാണ് ബേസ്. കാരണം നമ്മളൊരു വിഷം ഗുരുനിന്ദ നടത്തുന്നത് അവരാണ് 100%. മറ്റു മതസ്ഥരോ മറ്റു ജാതിക്കാരോ അല്ല പറയേണ്ടി വരുന്നത്. വളരെ ദുഷ്ടമായ ഒരു കാര്യമാണ്. നമ്മുടെ മതം എന്താണെന്നറിയില്ല, നമ്മളുടെ ജാതി എന്താണെന്നറിയില്ല, നമ്മുടെ ദർശനം എന്താണെന്നറിയില്ല, ഒന്നുമില്ല. ഇവിടെ കേരളത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഗുരുദേവ പ്രതിഷ്ഠകൾ തകർക്കപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്ത കാപാലികന്മാരെക്കാൾ ക്രൂരതയാണ് ഗുരുദേവന്റെ പേര് പറഞ്ഞ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100% ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ സ്പിരിച്വൽ വേസ് കഴിഞ്ഞിട്ട് അങ്ങനോട് പറഞ്ഞ് ഞാൻ വർക്കലയിലേക്ക് പോവാണ്. അങ്ങ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വർക്കലയിലേക്ക് പോയത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് അങ്ങ് കാലിൽ ഷൂ ധരിച്ചുകൊണ്ട് അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം സമാധിയിൽ നിൽക്കുന്നു. ഗുരുദേവനെ അങ്ങ് ആക്ഷേപിച്ചു എന്ന തരത്തിൽ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ കണ്ടു. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ പോസ്റ്റുകൾ. അങ്ങയുടെ ഫോളോവേഴ്സ് കുറച്ച് പേര് അതിന് മറുപടി കൊടുക്കുന്നതൊക്കെ കണ്ടു. എന്തായിരുന്നു സംഭവം? എന്തിനാണ് അങ്ങനെ ഒരു ഗുരുനിന്ദ അങ്ങ് നടത്തിയത്? ഞാൻ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ജന്മം കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്. എൻ്റെ ഷൂ എന്നല്ല, ഞാൻ വേണി അവിടെ മണ്ണി കിടന്നുരുളാൻ തയ്യാറാണ്. കുറേ ആളുകൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സ്പിരിച്വൽ അവേഴ്സിൽ ഉണ്ടായിരുന്നവരും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളവരായിട്ടുള്ള നമ്മുടെ കുറേ ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അവർ പറയും നമുക്ക് ശിവഗിരിയിലൊന്ന് പോയാലോ. ശരിയാവാമെന്ന് ഒരു പ്ലാനും ഇല്ല, വെറുതെ ശിവഗിരി പോയതാണ്. അവിടെ ഒരു സ്വീകരണം പോലെ എനിക്ക് അവർ വെച്ചു. ഞാനും അപ്രതീക്ഷിതമായിട്ടാണ് അത് കണ്ടത്. ഞാൻ അറിഞ്ഞിരുന്നേ അങ്ങനെ വേണ്ടാന്ന് പറയും. കാരണം അതൊരു സന്യാസി പരമ്പര അവർ ജീവിക്കുന്ന ഒരു ആശ്രമമാണ്. അവിടെ എനിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കാത്തു നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഒരു എന്താ പറയുക കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുപോകുന്ന പോലെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അപമാനമാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ആ സമൂഹം അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ എനിക്കെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു, അതങ്ങ് പോയി. ഇത് കാട്ടുതീ പോലെ എവിടേക്കോ ചെന്ന് പടർന്നു. ആർക്കൊക്കെയോ എതിർപ്പുണ്ടായിരുന്നു. ആരൊക്കെയോ എതിർപ്പുണ്ടായിരുന്നില്ല. 1-2 വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടി. അങ്ങനെയൊരു എതിർപ്പുണ്ട്. അങ്ങനെക്കുറിച്ച് ഏതോ ഒരു സന്യാസി ശ്രേഷ്ഠനോട് ഞാൻ പറഞ്ഞപ്പോൾ എടുത്തവര് അയാൾക്ക് വട്ടാണ്, വിത്തിൻ സെക്കൻഡ്സിലെ മറുപടിയാണ്. എൻ്റെ മുഖത്ത് നോക്കാതെ എഴുതിക്കൊണ്ടിരുന്ന ആ സ്വാമി
പറഞ്ഞത് അയാൾക്ക് വട്ടാണെന്ന്. വട്ടാണെന്ന് മാത്രമല്ല, ശിവഗിരി കാലുകുത്തി എൻ്റെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞവരുണ്ട്. എന്നാലും ഭൂരിഭാഗം നല്ല ആളുകളുണ്ട്. 1-2 ആൾ അവർക്കൊന്നും ഉറപ്പായിട്ടും ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാർ നല്ലവരാണ്. എന്തോ ഒരു ഉള്ളിൽ തോന്നിയ ആ ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ഒരു പെരുമാറി. നമുക്ക് അതിനകത്തൊരു വിഷമമില്ല. അല്ല, അങ്ങ് എന്തിനാണ് ഈ ചെരുപ്പിട്ടുകൊണ്ട് സമാധി? ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. നീ എന്റെ ഫോട്ടോയിൽ അങ്ങേക്ക് ചെരുപ്പുണ്ടല്ലോ. അത് ചെരുപ്പുണ്ടാക്കിയോ? ഇന്നത്തെ കാലം എന്താ, എന്ത് വേണമെങ്കിലും കാണിക്കാം. ഞാൻ അവിടെ നിന്ന് വേണമെങ്കിൽ, പക്ഷെ അത് ഉണ്ടാക്കിയവൻ അത്ര പെർഫെക്റ്റ് അല്ല ടെക്നിക്കലി. പക്ഷെ നടന്നു പോണവർക്ക് ഒന്നും ചെരുപ്പില്ല. പെട്ടെന്ന് സമാധിയിൽ നിൽക്കുന്നിടത്ത് അത് മാത്രം എടുത്തിട്ടാണ് ഇട്ട് വെച്ചത്. അങ്ങ് മറ്റേ മജീഷ്യനാണെന്ന് പുള്ളിക്ക് തോന്നി. എന്തേലും ആവട്ടെ, കുഴപ്പമില്ല. നമുക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം അതൊരു ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കിയതിൽ.